ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു പേസ്റ്റൽ ബ്ലൂ. അപ്പം ഇന്നത്തെ കാര്യം വെച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ എനിക്ക് ഏക ഒരു കാര്യം നിങ്ങൾ പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ 1000-ന് മേളിൽ ഇതേപോലെ ഓരോ സാധനങ്ങളുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടതന്നെയല്ലേ, ജേണൽ ചെയ്ത ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ഇതും ഇതാണ്ട് ഇത് എത്ര കൊല്ലം, ഇത് 2020 ഞാൻ വാങ്ങിയ സാധനമാണ്. പക്ഷെ ഞാനാണെങ്കിൽ ഒന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ ഒറ്റൊരു പേജ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ വേറെ ഒന്നും ഇതുവരെ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഡയറി ഉണ്ട്. ഈ ബുക്ക് പറയണ്ടല്ലോ, ഞാൻ ഇതിൻ്റെ കഥ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ഞാൻ പറഞ്ഞത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷേ ഞാൻ ഇത് കുറച്ചൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെഴുതി ഉണ്ട്. ഇങ്ങനെ ഓരോ ബുക്ക് ഞാൻ വാങ്ങി വെക്കുന്നതിൻ്റെ ഞാൻ ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ സ്വന്തം ഞാൻ വേറെ കുറേ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതെല്ലാം ഇങ്ങനെ കണ്ടു. ഇത് ഈയിടെ ഞാൻ വാങ്ങിയതാണ്. ഇത് എൻ്റെ ഷോട്ടിൽ പോയി നോക്കിയാൽ മതി, ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്തത് ഇതിനകത്തൊക്കെ ഞാൻ പ്രത്യേകിച്ച് എങ്ങനെയൊന്നും എഴുതിയിട്ട് പോലും ഇല്ല. ഇങ്ങനെ ഇരിക്കുവാണ്. എന്നാൽ ഇങ്ങനെ ഇരിക്കുമല്ല, ഡെയിലി ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം ചൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഡെയിലി ഞാൻ എഴുതാൻ ഈ ബുക്ക് ഞാൻ വാങ്ങിയത്. അതിനാണ് ഞാൻ ഈ ബുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിയത് തന്നെ. പോരാത്തന്നെ എൻ്റെ ബെസ്റ്റായിട്ടുള്ളൊരു തോട്ടിൽ കണ്ടപ്പോൾ എനിക്ക് ഒന്നുകൂടി ഇൻസ്പയർഡ് ആയിപ്പോയി ഇത് വാങ്ങാൻ. അങ്ങനെ വലിയ കാര്യത്തിലങ്ങ് വാങ്ങിയതാണ്. പക്ഷെ ഇപ്പം ഒന്നും അറിയില്ല, ഒരിതില്ല. അതുകൊണ്ട് ജേണലൊക്കെ ചെയ്യാതിരുന്നേ. ഞാൻ കുറച്ച് സീക്രട്ട് എഴുത്തൊക്കെ ഉണ്ട്, അത് നിങ്ങൾ വായിക്കണ്ടേ. ഇപ്പോൾ അപ്പോൾ ഇതൊക്കെ ഒരിടത്ത് ഓർഗനൈസ് ചെയ്ത് വെക്കണം. അപ്പോൾ എവിടെ വെക്കാനാ? എൻ്റെ ടേബിൾ അല്ലെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരിടത്ത് വെക്കണം. ഇതാണ്ടേ ഒരു സംഭവം കാണിച്ചു തരാം. ഇതൊക്കെ നിങ്ങൾ കണ്ടല്ലേ, ഇത് ഇവിടുന്ന് വന്നേക്കും ഈ ആളെല്ലാം കൂടി. ഇതാണ്ട് അടുത്ത പ്രശ്നം. ഇതാണ് എല്ലാം കൂടി കുരുങ്ങിയുള്ള പ്രശ്നം. എൻ്റെ ഇത് തീർന്നു കേട്ടോ. ഇത് തീരാനുള്ള കാരണം എന്താണെന്നറിയോ? അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതാണ് ഈ വീഡിയോയിലെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് കളറും ഇതാണ് എനിക്കിതിനകത്ത് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ആയിട്ട് തോന്നുകയാണ്. അപ്പോൾ നമ്മളൊന്ന് എഫേർട്ട് ഇട്ടാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഐറ്റം നമുക്ക് അന്നേരം ഉണ്ടാക്കിയെടുക്കാമെന്ന് ഫൈനലി എനിക്ക് അതുകൂടെ മനസ്സിലായി. അപ്പോൾ ഞാൻ ആദ്യം ഇതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ, ഒന്ന് നോക്കട്ടെ. ഓക്കെ, ഇതൊക്കെ സെറ്റായി. ഇത് പിന്നെ നിങ്ങൾക്ക് ഞാൻ ഒരു ഷോർട്ടിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് അറിയോ? ഇത് ഞാൻ പുതുതായിട്ട് ഇറക്കിയൊരു ഐറ്റമാണ്, ജബ്ബിങ് സ്പൈഡർ. ഇത് ഞാൻ 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ ഹൗസ് എനിക്ക് 2 ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ്. ഭിത്തിയിലൊക്കെ ഇങ്ങനെ ഡിസൈനൊക്കെ ഒട്ടിച്ച് വെക്കാം. അപ്പം ഇന്ന് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഓർഗനൈസ് ചെയ്യാം. പക്ഷെ ഇവിടെ തന്നെ വെക്കാനാണ് എൻ്റെ ഒരു പ്ലാന്. പക്ഷെ ഇവിടെ എവിടെ വെക്കാനാ, അതാണ് ഞാൻ ആലോചിക്കുന്നത്. വേണ്ടേ ഈ കാണുന്ന സാധനം, ഇതൊക്കെ ഇങ്ങനെ എടുത്തോണ്ട് വരാനാ. ഈ കാണുന്ന സാധനം ഇല്ലേ, ഇത് ഞാൻ എന്തിനോ ഇവിടെ വെച്ചേക്കുന്ന ഐറ്റം. ഇതിനുണ്ട് ഇനി എന്താ ഉപയോഗം? ഇത് ഡസ്റ്റ്ബിൻ ആക്കി എടുക്കാനാണ് എൻ്റെ പ്ലാന്. പക്ഷേ ഇതുകൊണ്ടൊരു ഒരു ഉപയോഗവും ഇല്ല. നമ്മൾ ആദ്യമൊക്കെ ഉണ്ടാക്കിയ സാധനമാണ്. നമുക്കിത് കളഞ്ഞാലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ക്രാഫ്റ്റ് തുടങ്ങി എനിക്ക് 2 ചാനലുണ്ടായിരുന്നു. എൻ്റെ ഒരു ചാനൽ ഞാൻ എൻ്റെ അനിയത്തിക്ക് വിട്ടുകൊടുത്തു. പക്ഷെ എന്നത്തെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. സംതിങ് 180 അങ്ങനെ ഉണ്ട്. അതിൻ്റെ അനിയത്തി ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. അവൾ കയറി തന്നെ സബ്സ്ക്രൈബറിന് കൂടവും ഇല്ല, കുറയുന്നുമില്ല. അപ്പം ഈ സംഭവം നമുക്ക് മാറ്റാം. ഓക്കെ, നമുക്ക് അങ്ങോട്ട് നീക്കിയാലോ. ഇതെന്തോ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതെന്തിനാണ് ഉണ്ടാക്കിയെന്നറിയോ? ഇതാകുമ്പോൾ ഞാനിവിടെയൊക്കെ ഇങ്ങനെ പൊടിയുള്ളപ്പോൾ തൂക്കാനായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഈ സ്കെച്ചിനകത്ത് ഇങ്കാണെങ്കിൽ ഇല്ല, ഇത് കുറേ വെച്ച് തീർന്ന ഇങ്ക്. അപ്പോൾ ഞാനിന്ന് ഒട്ടിച്ച് വെച്ചത് സംഭവം. ഞാൻ ഫെവിക്കോളും മറ്റേ സിന്തറ്റിക് ഗ്ലൂവും 2 വെച്ച് ഒട്ടിച്ചത്. ഞാൻ അന്ന് ഉണ്ടാക്കിയാണ് ഈ യാണോണ്ട് റിങ്. അങ്ങനെ ഫൈനലി നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. കമ്മിങ് ടു ദ വീഡിയോയിൽ പറയാനുള്ളത് ഇതാണ്. ഇതെന്തുവാ നിങ്ങൾ പെട്ടെന്ന് കണ്ടപ്പോൾ എന്താ മനസ്സിലായോ? അല്ല, അതിനുമുമ്പ് ഈ സംഭവം പറയുന്നത് ഞാൻ നീതി ഉണ്ടാക്കി വെച്ച കേട്ടോ. ഇവിടെ ഒരെണ്ണോടെ ഉണ്ട്, ഇവിടെ മണ്ടയ്ക്ക് പോക്കി കാണിക്കാം. ആ ചുമല ഇത് അനീതി ഉണ്ടാക്കിയതാണ്. എങ്ങനെയുണ്ട് അത് വിട്. അപ്പോൾ സംഭവം വെച്ചെന്നുണ്ട്, ഇതാണ് സംഭവം. ദിസ് ഈസ് ഐറ്റം. അപ്പോൾ ഇത് കണ്ടിട്ട് ഒരു പുള്ളിയുണ്ട്, 2 ഇടം ഇങ്ങനെയാണ്. അകം തുറന്നു നോക്കിയാൽ സാധാരണമാണ്. പഞ്ഞിയില്ല, ഒന്നുമില്ല. ഒരു ഉണ്ട പോലത്തെ ഒരു ഹോളും ഉണ്ട്. എന്നാൽ ഈ സംഭവം എന്തോ നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലാകാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഈ സാധനം ഇങ്ങനെ ഊരി വെക്കട്ടെ. സംഭവം തന്നെ ഹാൻഡ് വാമറാണ് ഗൈസ്. ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഇതാണ്ട് ഇപ്പോൾ കാണിച്ചു തരാം. ഇത് നേരെ ഇങ്ങനെ കയ്യിലോട്ട് കയറ്റുക. ഇവിടെ ആയപ്പോഴും മിക്കർക്കും തലേ കത്തി കാണും. എന്നാലും കത്താത്തവർക്ക് വേണ്ടി പറയുക. ഇതെവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ ഇങ്ങനത്തെ സാധനങ്ങൾ? ഇതിന് കുറച്ച് വള്ളിയും മുള്ളികളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പിന്നെ കട്ട് ചെയ്ത് കളയാം.
ഞാനിത് ഉണ്ടാക്കിയത് എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ബട്ട് സംഭവം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ ഫേവറേറ്റായി മാറിയ സാധനമാണിത്. സോ ഇത് അടിപൊളിയാണ്. ഇത് പക്ഷെ എൻ്റെ ഫുൾ യാണ്. അങ്ങനെയാണ് ഈ യാൺ തീർന്നത്. അതിന് വേണ്ടി ഫുൾ യാണ് വേണ്ടിയേ വന്നു ഇത് ചെയ്യാൻ. ബാക്കി വന്ന യാണുകൊണ്ട് വേറെ ഒരു വട്ടത്തിൽ ഒരു സാധനം ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പം കമ്മിങ് ടു ദ പോയിന്റ്, നിങ്ങളൊരു എഫേർട്ട് ഇട്ടാൽ എല്ലാം ശരിയാകും കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ സാധനം. ഇനി ഇതേപോലെ ഓരോന്നും ഉണ്ടാക്കണം. ദാറ്റ്സ് മൈ ബിഗ്ഗസ്റ്റ് ഡ്രീം. അതിന് മുമ്പേ നമുക്ക് ഈ സാധനം ഇളക്കാം. നമ്മുടെ യാൺ, നമുക്ക് യാണെന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇനി എവറിത്തിങ് ഈസ് ഓവർ. യാണൊക്കെ തീർന്നു. ഇനി അങ്ങനെയൊന്നും ഇല്ല യാണായിട്ട്. അപ്പം ഇന്ന് ഒരു പാഠം പഠിക്കണ്ടേ ഇതുകൊണ്ട്. ലെസൺ 4 എന്ത് പഠിപ്പിക്കാനല്ലേ? വട്ടം വേണോ അതോ ഇത് വേണോ? എന്ത് വേണം? എൻ്റെ അനിയത്തിക്ക് ബാഗ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്, പക്ഷെ ബാഗ് ഉണ്ടാക്കിയില്ല. അപ്പം നമുക്ക് എല്ലാവരും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർക്കിളിൽ ഞാൻ ഉണ്ടാക്കുന്നതിനിട്ട് മനസ്സിലായില്ല. അപ്പോൾ ഇതുവരെ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒന്നുകൂടി ഇരുന്ന് കാണും. ഞാൻ ഉണ്ടാക്കിയാണ്ടില്ലേ, എന്നിട്ട് ഇങ്ങനെ കറക്കുക, ഇവിടോട്ട് നടുക്കോട്ടൊന്ന് പിടിക്കുക, ഒന്ന് പുറത്തുനിന്ന് എടുത്ത് അകത്തോട്ടെടുത്തൊന്ന് കറക്കുക. ഒന്നായി. ഇനി ഈ സെയിം പ്രോസസ്സ് ഒരു 11 പ്രാവശ്യം. 1 2 3 3 4 5 6 7 അമ്മ ഒരു മിനിറ്റ്. ഉണ്ട്. ഓക്കെ, 7 ആയില്ല. 6 7 8 9 10 11. സോ നമ്മൾ 11 ടൈംസ് ഇത് ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മൾ ഈ കിടക്കുന്ന വട്ടമില്ലേ, മാജിക് സർക്കിൾ, ഇത് ഒന്ന് ഇങ്ങോട്ട് ചുറ്റിയിട്ട് ഈ മാജിക് സർക്കിൾ അങ്ങോട്ട് എടുക്കുക. ഇതിലോട്ട് ഈ യാണൊന്ന് കയറ്റുക. എന്നിട്ട് ഒന്ന് പുറകിൽ നിന്നെടുത്ത് ആദ്യത്തെ 2 എണ്ണത്തിനകത്തോടെ കയറ്റി ഇറക്കുക. 3 ആദ്യത്തെ 2 എണ്ണം. അപ്പോഴേക്ക് ബാക്കി 2 എണ്ണം ഒന്നുകൂടി ട്വിസ്റ്റ് ചെയ്ത് കറക്കി എടുത്തിട്ട് ഇടുക. സോ ഇതാണ് മാജിക് സർക്കിൾ. ഇത്രയും നാൾ നിങ്ങൾ നോക്കിയിരുന്നത്. ഇനി വെച്ചാൽ നമ്മൾ ചെയ്തതിന് മണ്ടയ്ക്കൂടെ ഒന്നുകൂടി ചെയ്യണം. അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ മണ്ടയ്ക്കൂടെ ഞാൻ ചെയ്യട്ടെ. എന്ത് ചൂടാണെന്നറിയോ ഇവിടെ. നിങ്ങൾക്കിപ്പോൾ എവിടെ എത്രയൊക്കെ ചൂടുണ്ട് നിങ്ങളുടെ നാട്ടിൽ? ചിലരൊക്കെ വിദേശത്തൊക്കെ ആയിരിക്കും. അല്ല, വിദേശത്തുള്ളവരും അത് പറ, നാട്ടിലുള്ളവർ നാട്ടിലേയും പറ. അല്ലാണ്ട് ഒന്ന് കറക്കുക ഇതിൻ്റെ അകത്തൂടെ. അണ്ട് ഏതെങ്കിലും ഒരെണ്ണമുണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിനകത്തൂടെ ഒന്ന് ഇറക്കുക. ഒന്നിങ്ങനെ എടുക്കുക. ആദ്യത്തെ 2 എണ്ണം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ആദ്യത്തെ 2 എണ്ണം ഇറക്കുക, ഒന്നുകൂടി എടുക്കുക, കയറ്റുക. ആ സെയിം പ്രോസസ്സ് അടുത്ത ഇതിലും ചെയ്യുക. ഒരെണ്ണത്തിനകത്തൂടെ കയറ്റുക, കറക്കുക, ആദ്യത്തെ 2 എണ്ണത്തിലൂടെ ഇറക്കുക, പിന്നെ അടുത്തത്. ഓക്കെ, ഇങ്ങനെ ഇത് കണ്ടില്ലേ ഈ സംഭവം. ഇത് ഫുൾ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം. സോ ഇത് ക്വാളിറ്റി കുറഞ്ഞതാണ് കേട്ടോ, വേറെ കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് സംഭവം. ബട്ട് സംഭവം ഈസ് റിയലി സോ നൈസ്. ആൻഡ് ഞാൻ ഇത് ഇങ്ങനെ ചെയ്ത് ഞാൻ വട്ടത്തിലാക്കി വെക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ഒരു ഫുള്ള് വട്ടം നമ്മൾ ചെയ്ത് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തത് ഇതൊന്നുകൂടി ഇങ്ങനെ എടുത്ത് 1 2 പറഞ്ഞിങ്ങനെ നമ്മൾ തുടങ്ങണം. 1 2 3 4 നമ്മൾ 3 പ്രാവശ്യം ചെയ്യാൻ പക്ഷേ 4 പ്രാവശ്യം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ അടുത്തത് കുറച്ച് നീക്കിയിട്ട് നമുക്ക് ഇങ്ങനെ കറക്കിയിട്ട് ഒന്ന് സെറ്റാക്കാം. അണ്ടിങ്ങനെ ഇതുണ്ട് ഇതേപോലെ ഇനി അങ്ങനെ വട്ടത്തിൽ കറക്കിയെടുക്കാം. സോ ദാറ്റ്സ് ഓൾ. ബൈ. ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ എസ്തെറ്റിക് ബ്ലൂം ചാനൽ. സോ നമുക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല ഗൈസ്, പ്രത്യേകിച്ച്. എന്താ ഇങ്ങനെ? അപ്പം നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക. സോ ബൈ.